ഇയാളുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് തകർന്നടിഞ്ഞിട്ടേ ഉള്ളൂ ഈ പുതിയ നേതൃത്വം വന്നതിന് ശേഷം, മനസ്സിലായി. അതുകൊണ്ട് കേരളത്തിലെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് അണികളിൽ നല്ലൊരു ശതമാനത്തിനും ഇയാൾ തോറ്റാലേ കോൺഗ്രസ് രക്ഷപ്പെടുള്ളൂ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് KC വേണുഗോപാലിനെ UDF തന്നെ തോൽപ്പിക്കുമെന്നാണ്. അതിന് UDFകാർ ഓവർവെമ്മിങ് ആയി KC വേണുഗോപാലിനെതിരാണ് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് ഒരുപാട് വിവരങ്ങളുണ്ട്. ഞാനിവിടെ യഥാർത്ഥത്തിൽ ഷാജഹാൻ എന്നുള്ള വ്യക്തിയേക്കാൾ ഉപരി ആളുകൾ ബദലിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ്, ഒരു സിമ്പിളായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം ഒന്ന്, VS പാർട്ടിയില്ല. രണ്ട്, പിന്നെ പാർട്ടി തീരുമാനിച്ചാലേ VS മുഖ്യമന്ത്രിയാവുള്ളൂ. മൂന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, VS കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരാളാണ് സംസ്ഥാന സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് VS മുഖ്യമന്ത്രിയാവുന്നത്? അപ്പോൾ പാണ്ഡ്യാല ഷാജി ഞങ്ങൾ വിളിച്ച് ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാണ്ഡ്യാല ഷാജിയുടെ അഡ്രസ്സ് ചോദിച്ചപ്പം പാണ്ഡ്യാല ഷാജി, പാണ്ഡ്യാല ഹൗസ്, പിണറായി, ഇതാണ് പാണ്ഡ്യാല ഷാജിയുടെ അഡ്രസ്സ്. അവരേറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവരാണ് അവർക്കുള്ള ഏക ഭീഷണി. അതുകൊണ്ട് അവർ എല്ലാം ആയുധങ്ങളും ഇവർക്കെതിരെ ഉപയോഗിക്കും. അത് ഇവർക്ക് ബോധ്യമാണെന്നാണ് ഞാൻ മനസ്സിലായത്. എന്നോടൊരു BJP-കാരൻ പറഞ്ഞ് ഇവർ മത്സരിക്കാൻ ഇവരെ തിരഞ്ഞെടുക്കരുതെന്ന് പറഞ്ഞ് ഇവർ കേന്ദ്ര നേതൃത്വത്തെ ആവശ്യപ്പെട്ടിരുന്നു. നമസ്കാരം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയുമായിട്ട് തന്നെയാണ് മലയാളി വാർത്ത ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് LDF, UDF, BJP പല മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യുന്നൊരു വിഷയം മൂവരിൽ ആര് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ആലപ്പുഴയിൽ മറ്റൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കൂടി നാം പരിചയപ്പെടുകയാണ്. പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അദ്ദേഹം, ശ്രീ KM ഷാജഹാൻ. നമസ്കാരം ശ്രീ KM ഷാജഹാൻ. എന്തുകൊണ്ടാണ് സേവ് കേരള ഫോറം എന്നൊരു പുതിയൊരു വേദി ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാറ്റ്ഫോമിലൂടെ ആലപ്പുഴയിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചത്? ഇല്ല, ആദ്യത്തേന് അറിയാവുന്ന പോലെ ഏതാണ്ടൊരു 6 മാസങ്ങൾക്ക് മുമ്പാണ് ഈ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേദി ആരംഭിക്കുന്നത്. അപ്പോൾ ആ വേദിക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിക്കെതിരെയും ഭൂമി കയ്യേറ്റം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, പോലീസ് അതിക്രമങ്ങൾ, ഇതിനെതിരെയൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ അചഞ്ചലമായി, എന്നുവെച്ചാൽ അൺകോംപ്രമൈസിങ്ങും അണ്ടർലെൻഡിങ്ങുമായി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് 2023 നവംബർ 12-നാണ് അത് ആരംഭിച്ചത്. അപ്പം ആ വേദിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5-6 മാസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വേദിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺകോംപ്രമൈസിങ്ങും അണ്ടർലെൻഡിങ്ങുമായി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായും അത്തരം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് ഉള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ പോരാട്ടത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മത്സരത്തിനുള്ള ശ്രമമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് പോരാടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 6 മാസക്കാലമായി ഈ ഒരു പ്ലാറ്റ്ഫോം രൂപീകരിച്ചിട്ട് ഏറെക്കാലമായി എന്തു ചെയ്യണം, എങ്ങനെ ആയിരിക്കണം പ്രവർത്തനം, അങ്ങനെയുള്ള വിശകലനങ്ങളൊക്കെ തന്നെ നിങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കും. നിരവധി പ്രമുഖരാണ് ഇതിനോടൊപ്പം തന്നെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെക്കുറിച്ച് കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. അതായത് നമ്മൾ ഈ സേവ് കേരള ഫോറം രൂപീകരിച്ച വേദിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-നെതിരായി, CPM-ൻ്റെ ജീർണതയ്ക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ഒരു പിടി ആളുകൾ അവിടെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ G ശക്തിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാണ്ഡ്യാല ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നു. മലപ്പുറത്തുനിന്ന് നമുക്കറിയാം PV അൻവറിനെതിരെ വലിയ പോരാട്ടം നടത്തുന്ന KV ഷാജി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതി രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുസുമൻ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള വനിതയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കാടമുറിയിലൊരു വലിയ സമര പോരാട്ടം നടത്തി വിജയിച്ച ബാബുജി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അത്തരത്തിൽ CPM-ൻ്റെ ജീർണതയ്ക്കെതിരെയും ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയൊക്കെ പോരാടുന്ന ഒരുപാട് ആളുകൾ നേരിട്ട്. അതുപോലെ തന്നെ KC ഉമേഷ് ബാബു, അദ്ദേഹത്തിന് അവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് അയച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ആ കൂട്ടായ്മ. സ്വാഭാവികമായും അതുപോലൊരു കൂട്ടായ്മയിലൂടെ ഭാവിയിൽ കേരളത്തിലൊരു ബദൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്ലാറ്റ്ഫോം നമ്മൾ രൂപീകരിച്ചത്. ആ പ്ലാറ്റ്ഫോം രൂപീകരണത്തിൻ്റെ ഒരു പ്രായോഗിക തലം, ഒരു പ്രായോഗിക പരീക്ഷണമാണ് നമ്മൾ ഈ ലോക്സഭയിൽ നടത്തുന്നത്. ഈ ലോക്സഭയിൽ നമ്മൾ പോരാട്ടത്തിൽ നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്സഭയിലേക്ക് ജയിച്ച് എന്തെങ്കിലും MP ആകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിഗതമായ എന്തെങ്കിലും ഒരു താല്പര്യം, ഒരു പേഴ്സണൽ, ഇംഗ്ലീഷിൽ പറഞ്ഞൊരു പേഴ്സണൽ സെൽഫ് അഗ്രൻഡൈസ്മെൻറ്റ്, അങ്ങനെ ഒരു ശ്രമമേ ഇതിനകത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നേരത്തെ എന്തെങ്കിലുമൊക്കെ ആകാമായിരുന്നു. അതിനുവേണ്ടി ശ്രമിച്ചില്ല, ഇപ്പോഴും അത് ശ്രമിക്കുന്നില്ല. ഇപ്പോഴും യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ നടത്തുന്ന പോരാട്ടം എൻ്റെ ഒരു വ്യക്തിഗത പോരാട്ടമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തിനറിയാം, കേരളത്തിലും കേന്ദ്രത്തിലും
അതിഭീകരമായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാൽ കേരളത്തിൽ എല്ലാ മുന്നണികളും ഒരു താല്പര്യം സംരക്ഷിക്കുന്നു. ഇടതുപക്ഷം ആകട്ടെ, UDF ആകട്ടെ, BJP എല്ലാം ഒരേ താല്പര്യം സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പല അവസരങ്ങളിലും പറഞ്ഞത്, ഈ പല മണ്ഡലങ്ങളിലുമുള്ള അല്ലെങ്കിൽ ഈ ആലപ്പുഴ ഒഴിച്ചുള്ള മണ്ഡലങ്ങളിലെല്ലാം നടക്കുന്ന സൗഹൃദ മത്സരമാണ് എന്ന് പറയാൻ കാരണം അതാണ്. കാരണം ഈ 3 സ്ഥാനാർത്ഥികളാണ് അവിടെ എല്ലായിടത്തും ഉള്ളത്. അവരെല്ലാവരും പുറമേ പലതാണെന്ന് കാണിക്കുന്നെങ്കിലും ആത്യന്തികമായി അവരെല്ലാവരും ഒരു താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പുഴുത്ത് ചീഞ്ഞ് നാറി പുഴുവരിച്ച എന്ന് ഞാൻ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിക്കെതിരായിട്ട് ഒരു മുരടനക്കാൻ പോലും കഴിയാത്ത, ഈ പറഞ്ഞ പോലെ വരിയുടയ്ക്കപ്പെട്ട, ഇംഗ്ലീഷിൽ കാസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇടതുപക്ഷ മുന്നണി, പിണറായി വിജയനെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിലനിർത്തണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന BJP. ഇവർ തമ്മിൽ എങ്ങനെയാണ് ഒരു വോട്ടർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുക ആദിത്യ? കാരണം ഇവർ ഓപ്ഷനില്ല മറ്റു മണ്ഡലങ്ങളിലൊന്നും ജനങ്ങൾ. പക്ഷേ ആലപ്പുഴയിൽ ഇതിന് ബദലായി സത്യം മാത്രം പറയുന്ന, ഹിപ്പോക്രിറ്റിക് അല്ലാത്ത, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് കുറേയൊക്കെ തെളിയിച്ചിട്ടുള്ള ഒരു സിമ്പലായി ഞാനിവിടെ നിൽക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ ഞാനിവിടെ യഥാർത്ഥത്തിൽ ഷാജഹാൻ എന്നുള്ള വ്യക്തിയേക്കാൾ ഉപരി ആളുകൾ ബദലിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ്, ഒരു സിമ്പലായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ചോദിക്കേണ്ടത്, എന്തുകൊണ്ട് ആലപ്പുഴ സേവ് കേരള ഫോറം തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി KM ഷാജഹാൻ തന്നെ ഇവിടെ മത്സരിക്കുന്നു? 2 കാരണങ്ങൾ അതിനകത്തുണ്ട്. അതിൽ എന്തുകൊണ്ട് ആലപ്പുഴ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി എന്ന് പറയുന്നത്, കേരളത്തിൽ CPM ഉണ്ടായ ജില്ലയല്ല ആലപ്പുഴ. കാരണം അത് നമുക്കറിയാമല്ലോ, പാറപ്പുറപ്പുള്ള സ്ഥലം. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ് ചേർത്തല എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കാണാം വയലാർ പുന്നപ്ര സമരം. ഞാനൊക്കെ കഴിഞ്ഞ ദിവസം പുന്നപ്ര വലിയ ചൂടുകാടിന് മുമ്പിൽ പോയി നിന്ന് ഒരു ഇതെടുത്തപ്പോഴത്തേക്ക് വല്ലാത്തൊരു വികാരമാണ് മനസ്സിലായി. ഞങ്ങൾ വയലാറിൽ ഞാൻ പോയി. അപ്പോൾ വയലാർ പുന്നപ്ര സമരം നടന്ന ജില്ല. അതുപോലെ തന്നെ CPMൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ നയിച്ചിട്ടുള്ള ലബ്ധപ്രതിഷ്ഠായിട്ടുള്ള എത്രയോ നേതാക്കന്മാർ, ഇപ്പോൾ P. കൃഷ്ണപിള്ള മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പറയുമ്പോൾ ഭയങ്കര വൈകാരികമായി പോകുന്നു. VS അച്യുതാനന്ദൻ, KR ഗൗരിയമ്മ, എനിക്കിത് പറയുമ്പോൾ പലരുടെയും പേരുകൾ വിട്ടുപോകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. KR ഗൗരിയമ്മ മുതൽ പിന്നെ CK ചന്ദ്രപ്പൻ്റെ അപ്പൻ CK കുമാരപ്പണിക്കർ, R. സുഗതൻ, ഒരു പിടി നേതാക്കന്മാർ, മനസ്സിലായോ, അവർ ഉണ്ടായ ജില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലപ്പുഴയുടെ മകൻ എന്ന് ഞാൻ അവകാശപ്പെടും. എന്ന് പറഞ്ഞാൽ അവകാശവാദമാണ്, നിങ്ങൾ യോജിക്കണമെന്നില്ല. അത് പറയാൻ കാരണം വെച്ചാൽ എൻ്റെ അമ്മയുടെ സഹോദരനായിട്ടുള്ള CG സദാശിവൻ ആലപ്പുഴയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം. ഞാനവിടെ പുന്നപ്ര വലിയ ചൂടുകാടിന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ എഴുതി വച്ചിരിക്കുന്ന 5ാമത്തെ പേര്, അതായത് P. കൃഷ്ണപിള്ള കഴിഞ്ഞുള്ള 5ാമത്തെ പേര് CG സദാശിവൻ്റെ. സത്യം പറഞ്ഞാൽ എനിക്ക് നാണക്കേട് തോന്നുന്നൊരു കാര്യം വെച്ചാൽ, ഈ CG സദാശിവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മാവൻ 1957 ആദ്യത്തെ EMS നിയമസഭയിലെ അംഗമായിരുന്നു എന്ന് മാത്രമായിരുന്നു എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ ആഴത്തിൽ പരിശോധിച്ച് നോക്കിയപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം സർ CP ആദ്യം 2 പേർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുന്നത്, ഒന്ന് CG സദാശിവനെതിരെയും ഒന്ന് R. സുഗതനെതിരെയുമാണ്. വയലാർ സെല്ലൊക്കെ ആദ്യം രൂപീകരിച്ചപ്പോൾ അതിലംഗമായിരുന്നു. അതിനുശേഷം എന്തോ മറിയക്കുട്ടി കൊലക്കേസ് എന്ന് മറ്റോ പറഞ്ഞിട്ട് കള്ളക്കേസ് അദ്ദേഹത്തിനെതിരെ ചാർത്താൻ ശ്രമിച്ചിട്ട് അന്ന് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത് തകഴി ശിവശങ്കരപിള്ളയും TM വർഗീസുമാണ്. അദ്ദേഹം 1957 മാരാർക്കുളത്തുനിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം പിന്നെ 2 തവണ അതിനു മുമ്പും ജയിച്ചിട്ടുണ്ട്. അപ്പം ആ CG സദാശിവൻ്റെ പൈതൃകം, CG സദാശിവൻ്റെ ലെഗസി, കമ്മ്യൂണിസ്റ്റുകാരൻ, അത് ഒരു വശം. മറുവശത്തുള്ള നിർണായകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികരിൽ ഒരാളായി അറിയപ്പെടാൻ കഴിവുള്ള ആളായിരുന്നു ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരു സജീവമായി സഹകരിച്ചിരുന്ന ഒരു തറവാട്ടിൽ നിന്നാണ് ഞാനോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ ഉദയം ചെയ്തത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനം തോന്നുന്നത്. അതായത് എൻ്റെ അമ്മ എൽ തങ്കമ്മയുടെ അമ്മ ലക്ഷ്മിയമ്മയുടെ അച്ഛൻ ഗോവിന്ദൻ വൈദ്യർ. ഗോവിന്ദൻ വൈദ്യരും ചെറിയ ആളായിരുന്നില്ല കേട്ടോ. ആ ഗോവിന്ദൻ വൈദ്യരുടെ മൂത്ത സഹോദരൻ കൃഷ്ണൻ വൈദ്യർ. ആ കൃഷ്ണൻ വൈദ്യർ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ഒരു പേഴ്സണൽ ഡോക്ടറെ പോലെ ആയിരുന്നു. പട്ടും വളയും നൽകിയിരിക്കുന്നു ശ്രീനാരായണ ഗുരു എന്നാണ് മനസ്സിലായത്. അപ്പോൾ കാലാതീതനായ കൃഷ്ണൻ വൈദ്യർ എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹത്തിനെതിരെ 4-5 പതിറ്റാണ്ടിലും പറഞ്ഞൊരു പത്രവാർത്തയിൽ നിന്നാണ് ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് മരിക്കാറായപ്പോഴത്തേക്ക് കുറച്ച് പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ടായിരുന്നു. അത് ചികിത്സിച്ച് ഭേദമാക്കി. മരണസമയത്ത് പോലും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ചികിത്സിച്ചവരിൽ പിന്നെ അംബേദ്കർ പോലും ഉണ്ടായിരുന്നു, BR അംബേദ്കർ പോലും ഉണ്ടായിരുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ തറവാട്ടിൽ പോയപ്പം
വലിയ ആവേശം അതിനകത്തുണ്ടായി. എന്ന് മാത്രമല്ല, വൈക്കം സത്യാഗ്രഹത്തിന് പ്രധാന സംഘാടകനായി. വൈക്കം സത്യാഗ്രഹത്തിൽ ടി.കെ. മാധവനൊക്കെ ഉൾപ്പെടെയുള്ളവരോട് ഒപ്പം പങ്കെടുക്കുകയും അവിടുത്തെ അണികളെ ഉദ്ദീപിപ്പിക്കുന്ന കവിതകൾ പലതും എഴുതി. ഈ പിന്നെ മഹാത്മാഗാന്ധിയുമായിട്ട് അടുത്ത ബന്ധം. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പൈതൃകം ആ നിലയിലും എനിക്ക് ഇവിടെ അവകാശപ്പെടാറുണ്ട്. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മഹാമനുഷ്യൻ എമർജ് ചെയ്ത ജില്ലയാണിത്. ആ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഞാൻ എന്നാണ് എൻ്റെ അവകാശവാദം. ആളുകൾക്ക് വേണമെങ്കിൽ കണ്ടസ്റ്റ് ചെയ്യാം എന്നിട്ട്. അപ്പോൾ ഈ 3 കാരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവസാനത്തതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാരണം എന്താണ്? ഈ ജില്ലയിലെ CPM ആണ് ഏറ്റവും ജീർണിച്ച ജില്ല. ഈ പി കൃഷ്ണപിള്ള മുതൽ അച്യുതാനന്ദൻ മുതൽ ആർ സുഗതൻ മുതലുള്ള ആളുകൾക്ക് ഉദയം കൊടുത്ത ആ ഒരു ജില്ല ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ച പിന്നെ ഈ പറഞ്ഞ പോലെ സജി ചെറിയാനെപ്പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, കൂടെ പ്രവർത്തിക്കുന്ന വനിതാ സഖാക്കളുടെ ലൈംഗിക ദൃശ്യങ്ങൾ ഫോണിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, SDPIയുടെ പിന്നെ ആളുകളും ഒരു ഭാഗത്ത് SDPIയും. അപ്പോൾ ആ നിലയിൽ CPM ഏറ്റവും ജീർണിച്ച ഒരു ജില്ലയാണ് ഈ ജില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തന നിലയിലും കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിലും കഴിഞ്ഞ കുറേ കാലമായി CPMൻ്റെ ജീർണതയ്ക്കെതിരായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മത്സരിക്കാനൊരു മണ്ഡലം കേരളത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ അതിനേറ്റവും യോഗ്യമായിട്ടുള്ള ഒരു ജില്ല ആലപ്പുഴയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണത് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി LDF ആണ്, കേന്ദ്രത്തിൽ BJP ഉണ്ട്. അതിനെതിരെ പ്രതിപക്ഷമായി സംസാരിക്കാൻ കേരളത്തിലും കേന്ദ്രത്തിലും UDF ഉണ്ട്. അപ്പോൾ തോൽക്കാൻ വേണ്ടിയാണോ ആലപ്പുഴയിൽ KM ഷാജഹാൻ മത്സരിക്കുന്നത്? എന്തുകൊണ്ട് ജനങ്ങൾ KM ഷാജഹാനെ സെലക്ട് ചെയ്യണം? അതിൽ ഒരു പ്രധാനപ്പെട്ട, ഞാനത് വി.എസ്. അച്യുതാനന്ദനിൽ നിന്ന് തുടങ്ങാം. വി.എസ്. അച്യുതാനന്ദൻ ഞാനാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ 2006 കാലഘട്ടത്തിൽ വി.എസ്. അച്യുതാനന്ദൻ്റെ കൂടാണല്ലോ ജോലി ചെയ്തത്. അന്ന് വി.എസ്. അച്യുതാനന്ദൻ വലിയ ജനകീയനായി. അന്ന് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും വലിയ ജനകീയനായിരുന്നു. എന്താ യാത്രകളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. ആ സമയത്തൊക്കെ തന്നെ എന്നോട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അവർ ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഷാജഹാനെ വി.എസ്. ജനകീയനാണ്, സംശയമൊന്നുമില്ല. വി.എസ്. ഒരു മഹാനായ നേതാവാണ്, സംശയമൊന്നുമില്ല. വി.എസ്.ന് ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണയുണ്ട് എന്നുള്ളതും സംശയമില്ലാത്തത്. പക്ഷേ ആദ്യത്തിന് ഇപ്പോൾ ചോദിച്ചതിന് സമാനമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്താണ്? ഒന്ന്, വി.എസിനോട് പാർട്ടിയില്ല, പാർട്ടി വി.എസിനെതിരാണ്. പിണറായി വിജയൻ വി.എസ്. അച്യുതാനന്ദൻ പാർട്ടി വി.എസിനെതിരാണെന്ന് മാത്രമല്ല, പിണറായി വിജയൻ വി.എസിൻ്റെ ആജീവനാന്ത ശത്രുവാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്. 2, CPMനെ സംബന്ധിച്ചിടത്തോളം CPMൽ പാർട്ടി തീരുമാനിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രിയായ ചരിത്രമില്ല. മനസ്സിലായോ? അപ്പം ഒന്ന്, വി.എസിനോട് പാർട്ടിയില്ല. 2, പിന്നെ പാർട്ടി തീരുമാനിച്ചാലേ വി.എസ്. മുഖ്യമന്ത്രിയാവുള്ളൂ. 3, ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? വി.എസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരാളാണ് സംസ്ഥാന സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വി.എസ്. മുഖ്യമന്ത്രിയാവുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വി.എസ്. ജനകീയനും ജനങ്ങളുടെ ഇടയിൽ. അതൊക്കെ ക്ലിഷേ വാദങ്ങളല്ലേ ഷാജഹാനെ? CPM പോലൊരു കേഡർ പാർട്ടിക്കകത്ത് വി.എസിനെ ഇതെങ്ങനെ പറ്റും? ആബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ. ഇതാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതുപോലെ തന്നെ സംഭവിച്ചു. പോളിറ്റ് ബ്യൂറോ കൂടി വി.എസിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടെന്ന് തീരുമാനിച്ചു. എനിക്കറിയില്ല, എനിക്കന്ന് ഓർമ്മയുണ്ട്. അതായത് വി.എസിൻ്റെ ഫോൺ കാത്ത് ഞാൻ ഇരിക്കുകയാണ് അവിടുന്ന്. ഒന്നും നടക്കില്ല എന്നാണ് വി.എസിൻ്റെ ഫോൺ വരുന്നത്. മനസ്സിലായോ? അപ്പം വി.എസിനെ ആക്കണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? ജനങ്ങളുടെ ഒരു അഭീവലായിരുന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന് സമാനമായി ജനങ്ങൾ ഇവിടെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നെ കൊണ്ടൊന്ന് ജയിപ്പിക്കുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു ഗെയിം ചേഞ്ചിങ് ആയിരുന്നു അന്ന് അവിടെ നടന്നത്. അതായത് 40-50 വർഷം പഴക്കമുള്ള 40-50 വർഷം മാറ്റമില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് മാറുന്നതിനാണ് ഗെയിം ചേഞ്ചിങ് എന്ന് പറയുന്നത്. അതുപോലൊരു ഗെയിം ചേഞ്ചിങ് ആലപ്പുഴ മണ്ഡലത്തിൽ നടക്കാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നു. കാരണം അത്യഭൂതപൂർവമായി എല്ലാവരും ജീർണിച്ച് നിൽക്കുന്ന സാധ്യത. 2, ആദിത്യനും അറിയാവുന്നതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിഭീകരമായിട്ടുള്ള സ്വാധീനം. ഇപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്, എന്നിട്ട് 1,50,000 സബ്സ്ക്രൈബേഴ്സ്. എൻ്റെ വീഡിയോ 3.5 കോടി തവണ ആളുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ 3.5 കോടി തവണ എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ സന്ദർശിച്ചത്? അതൊരു 3 ലക്ഷം ആകാമായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയോ ആളുകളുടെ മനസ്സിലേക്ക് ഞാൻ പിന്നെ പറയുന്നത് ചെന്ന് തറയ്ക്കുന്നത് റിവർബറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. 1. 2, ഞാൻ ആദ്യത്തിനോട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഇന്നീ നിമിഷം വരെ ഞാൻ ആലപ്പുഴയിൽ വെച്ച് കണ്ടെന്നെ തിരിച്ചറിഞ്ഞ ഒരാൾ പോലും, ടു ബി വെരി സ്പെസിഫിക്, ഒരാൾ പോലും ഷാജഹാൻ എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നത്
ഇത് മറ്റേ വോട്ട് സ്പ്ലിറ്റ് ചെയ്യൽ ഒരാൾ പോലും ചോദിക്കുന്നില്ല. കാരണം നമ്മൾ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും അതിനകത്ത് CPM കാരനെയൊക്കെ കാണാമല്ലോ. ആബ്സല്യൂട്ട്ലി. ഇനി ഏറ്റവും അവസാനം ഉണ്ടായി ഇന്നലത്തെ അനുഭവം. ഞങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ടൊരു കട്ടടവും മുമ്പിൽ ചെന്ന് കാറ് തുറന്നു കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരാൾ ഞെട്ടിങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ സുഹൃത്തെ എന്നെ ഞെട്ടിങ്ങനെ, ഇത് മനുഷ്യനെ കാണുമ്പോൾ ഞെട്ടുന്നത്? അല്ല സാറേ, ഇത് സാറ് പെട്ടെന്ന് ഇങ്ങനെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല, സാറിനെ TV യിൽ മാത്രമേ കണ്ടുള്ളൂ. അയാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരാൾ വന്ന് ഷെയ്ക്കായിട്ട് തരും. അയാൾ പറയുകയാണ്, ഞാൻ അവിടം വരെ നടന്നു പോയതാണ്, സാറാണോ എന്നുള്ള സംശയത്തിനാണ് ഞാൻ തിരിച്ചു വന്നത്. ഇയാൾക്ക് ഷെയ്ക്കാനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരാൾ സ്കൂട്ടറെ പോയി, ഞാൻ പറഞ്ഞു ഇതൊക്കെ 10 മിനിറ്റ് ഉണ്ടാകുന്ന സംഭവമാണ്, ഒരാൾ സ്കൂട്ടറെ പോയിട്ട് തിരിച്ചു വരും, ഒരു ചൗണ്ട ഷർട്ടൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം എന്തോ ഒരു ഈ ഓയിലിൻ്റെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാളും എന്നെ കണ്ടിട്ട് തിരിച്ചു. ഇത്രയും പറയുമ്പോൾ എതിർ സൈഡിൽ ഒരു കടയിൽ നിന്ന് ഒരാൾ മൊബൈൽ ഫോണായിട്ട് ഇറങ്ങി വരുന്നു. സാറേ, ഇത് സാറ് തന്നെയാണോ? ഇത് പറഞ്ഞപ്പോൾ അപ്പുറത്തെ സ്റ്റുഡിയോക്കാരൻ അയാൾ വിളിച്ച് സ്റ്റുഡിയോയിലോട്ട് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. സാധാരണഗതിയിൽ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥികളാണ് വോട്ടർമാരുടെ പറയുന്നത്. ഇത് വോട്ടർമാർ നമ്മളെ കണ്ട് വന്ന് പരിചയപ്പെട്ട് സ്വന്തമായിട്ട് മത്സരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രതികരണം അറിയാം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കും. അപ്പോൾ എന്നെ സഹായിക്കണം 100% സാറേ എന്നുള്ളത് അതൊന്ന്. 2, ഏറ്റവും വലിയൊരു കമ്പോണൻ്റായിട്ട് എനിക്ക് നാട്ടുകാരുടെ ഇറങ്ങിയപ്പോൾ ഫീൽ ചെയ്തൊരു മാറ്റം, വലിയ തോതിൽ ആളുകൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇനി ഇവിടുത്തെ ഓരോ സ്ഥാനാർത്ഥിയും ആദ്യത്തിനൊന്ന് എടുത്ത് നോക്കൂ. ആരിഫ് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നവൻ. ഒരുപക്ഷെ കേരളത്തിൽ ഇത്ര മോശമായൊരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് വേറെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ എ വിജയരാഘവനേക്കാൾ പോലും അല്ലെങ്കിൽ മുകേഷിനെക്കാൾ പോലും. പക്ഷേ പരാജയപ്പെട്ട ചരിത്രമില്ല. അല്ല, അതെന്തുകൊണ്ടാണ്? അത് അയാളുടെ ഗുണം കൊണ്ടല്ല, അയാളെ ജയിപ്പിച്ചതാണ് വേറൊരു സെറ്റുകാർ. എന്ന് മാത്രമല്ല അയാൾ കട്ടി 10,000 വോട്ടിനാണ് ജയിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും അനഭിമതനാണ്. എന്ന് മാത്രമല്ല CPM-നകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരാളാണ് അയാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. CPM-ൽ ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ല സ്ഥാനാർത്ഥികൾ ഇവിടെ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ CPM-ൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ജീർണതയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനുള്ളൂ. അതിലൊരു പിവട്ടായിട്ട് ആളുകൾ കാണുന്നത് ഇയാളെയാണ്. പിന്നെ ഇയാൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒന്നും ഇവിടെ ചെയ്തതായിട്ട് കാണുന്നില്ല. ഇനി ആലപ്പുഴയുടെ മൊത്തം കാര്യം ആദ്യത്തിലൊന്ന് എടുത്തു നോക്കി. 10 വർഷം ധനകാര്യമന്ത്രിയായിരുന്ന ആൾ, 5 വർഷം സഹമന്ത്രിയായിരുന്ന ആൾ മത്സരിച്ചിട്ട് ഈ ആലപ്പുഴയുടെ സ്ഥിതി എന്താ? വയനാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വയനാട് പോലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ടൂറിസത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുക. മൊത്തം കേരളത്തിലേക്ക് വരുന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളിൽ 3% ആദ്യത്തെ ആലപ്പുഴയിൽ വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ളൊരു സ്ഥലം. മനസ്സിലായി? അപ്പോൾ അതൊന്നും. 2, KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ അവമതിപ്പ് ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്രോഡറായിട്ടുള്ള കാരണം എന്താ? ഇയാൾ നേതൃത്വത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് തകർന്നടിഞ്ഞിട്ടേ ഉള്ളൂ, ഈ പുതിയ നേതൃത്വം വന്നതിന് ശേഷം. മനസ്സിലായി? അതുകൊണ്ട് കേരളത്തിലെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് അണികളിൽ നല്ലൊരു ശതമാനത്തിനും ഇയാൾ തോറ്റാലേ കോൺഗ്രസ് രക്ഷപ്പെടുള്ളൂ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് KC വേണുഗോപാലിനെ UDF തന്നെ തോൽപ്പിക്കുമെന്നാണ്. അതിന് UDF-കാർ ഓവർവെമ്മിങ് ആയി KC വേണുഗോപാലിനെതിരാണ് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് ഒരുപാട് വിവരങ്ങളുണ്ട്. കോൺഗ്രസ്സുകാരുടെ ഇടയിലുള്ള പൊതു ഫീൽ എന്ന് പറയുന്നത് വേണുഗോപാലിനെ തോൽപ്പിക്കൂ, കോൺഗ്രസിനെ രക്ഷപ്പെടുത്തും. അപ്പോൾ അത് സംബന്ധിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് അത് സാറേ കേരളത്തിലെ കാര്യമല്ല, ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിലെ കാര്യമാണെന്നാണ് പറയുന്നത്. കാരണം അഖിലേന്ത്യാ തലത്തിൽ ആദ്യത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും പുറത്തു പോയത് ഇയാൾ വന്നതിന് ശേഷമാണ്. ഏറ്റവും പ്രധാനം കപിൽ സിബലും ഗുലാം നബി ആസാദുമാണ്. 2, ഇയാൾ വന്നതിന് ശേഷം 2 സംസ്ഥാനങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. അത് 2 ഇയാളുടെ കഴിവുകൊണ്ടല്ല, കർണാടകത്തിലും തെലുങ്കാനയിലും. മനസ്സിലാവും? എന്ന് മാത്രമല്ല ഇയാൾ ഓരോ മിനിറ്റിലും പ്രവർത്തിക്കുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. കോൺഗ്രസിലെ പ്രബല നേതാക്കന്മാരെല്ലാം ഒന്നൊഴിയാതെ എല്ലാ ഗ്രൂപ്പുകളിലും പെട്ട ആളുകൾ ഇയാൾക്കെതിരായിട്ടാണ് അഭിപ്രായം പറയുന്നത്. 3, അയാൾ ഇവിടെ ഇല്ല. പാദത്തിനോട് തന്നെ ചില ആളുകൾ പറഞ്ഞു അയാൾ ഇവിടുന്ന് പോയിരിക്കുകയാണ്. മനസ്സിലായി? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇനിയിപ്പോൾ അയാൾ പോയി എന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾ ഏക ദേശീയ ജനറൽ സെക്രട്ടറി ആണല്ലോ. സ്വാഭാവികമായി ഈ ഏക ദേശീയ ജനറൽ സെക്രട്ടറി അവിടെ പോയി നിരന്തരം പത്രസമ്മേളനം നടത്തുകയല്ലേ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? മനു അഭിഷേക് സിംഗ് പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കി ഗ്ലം ഫേസുമായിട്ട്, ഷീപ്പിഷ് ആയിട്ടുള്ള ഫേസുമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മനസ്സിലായി? പിന്നെ ബേസിക്കായിട്ട് കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ചോദ്യം എന്താ? എന്തിനാണ് അയാൾ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഏക ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഏക ദേശീയ ജനറൽ സെക്രട്ടറി ഉത്തരവാദിത്വം എന്താ? ഈ പാർട്ടിക്ക് വേണ്ടി 29 സംസ്ഥാനങ്ങളിൽ ഓടി നടക്കുക എന്നുള്ളതാണ്. 2, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു, സോണിയാഗാന്ധി ആണെങ്കിൽ രാജ്യസഭയിലേക്ക് വരിക. അപ്പം ഇയാളുടേതാണ് ഉത്തരവാദിത്വം മുഴുവൻ. ആ ഉത്തരവാദിത്വം നിർവഹിക്കാനല്ലേ ഇയാൾ നോക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇയാൾ മന്ത്രിയെ സൃഷ്ടിക്കുന്ന ആളല്ലേ. 2, ഇയാൾക്കിനി ഇപ്പം ഇയാൾ മന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പ്രചരണം ഇവിടെ നടക്കുന്നത്. ഇയാൾ മന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തിനാണ് ഇപ്പം മത്സരിക്കുന്നത്? ഇയാൾക്ക് 2 വർഷം കൂടി അവിടെ ഉണ്ട് രാജ്യസഭയിൽ. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇയാൾക്ക് അപ്പം തന്നെ മന്ത്രിയാവാൻ രാജ്യസഭയിൽ. അപ്പോൾ പിന്നെ ഇയാൾ അപ്പോൾ ഇത് കാണിക്കുന്നത് ഇയാളുടെ ക്രാസായിട്ടുള്ള അധികാരമോഹം. അത് ഇവിടുത്തെ കോൺഗ്രസ് അണികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറയാനുള്ള ഒരു ഔട്ട്ലെറ്റായിട്ട് അവരെന്നെയാണ് കാണുന്നത്. ഞാനില്ലെങ്കിൽ അതാരും പറയില്ല.
മനസ്സിലായില്ലേ? അപ്പം അതും വലിയതായിട്ടുള്ളൊരു ചേണിയാണ്. ഇനി ബി ജെ പിയുടെ സ്ഥിതി നോക്കൂ. ബി ജെ പിയുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അവരൊരു ഫയർ ബ്രാൻഡ് നേതാവാണ്, കാര്യമാണ്, അത് ശരിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ബി ജെ പിക്കകത്തുള്ളൊരു ഫയർ ബ്രാൻഡാണ് അവർ. പക്ഷേ അവർക്കുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ബി ജെ പി നേതൃത്വത്തിന് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് പിണറായി വിജയനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ബി ജെ പിയുടെ മൊത്തം പ്രത്യേകിച്ച് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൂടി പിന്നെ ജയിലിലായി കഴിഞ്ഞപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ 2 മാപ്പ് സാക്ഷികളുടെ മൊഴിമേലാണ് പിടിച്ചകത്തിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് 8 തവണ സമൻസ് കൊടുത്തു. 9 മണിക്കൂർ CBI അയാളെ ചോദ്യം ചെയ്തിട്ട് ഒരു തെളിവും കിട്ടാത്തതാണ്. എന്ന് മാത്രമല്ല, ദർ ഹാസ് ബീൻ നോ മണി ട്രയൽ. മണി ഇവിടുന്ന് പോയി അവിടെ വന്നതായിട്ടൊന്നും തെളിവില്ല. കുറ്റാരോപിതരുടെ പോലും മൊഴിയില്ല. അതേസമയം പിണറായി വിജയനെതിരെ ഒരു 2 ഡസൻ കുറ്റാരോപിതരുടെ 2 ഡസൻ മൊഴി ഞാൻ വേണേ തരാം, മനസ്സിലായി. എന്ന് മാത്രമല്ല, മാസപ്പടി കേസിൻ്റെ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇയാൾ പൈസ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അയാളെ പിടിച്ച് ജയിലിലിട്ടിട്ടും ഇയാളെ മൈൻഡ് ചെയ്തില്ല, ഇയാളുടെ അപ്പം ഇത് ബി ജെ പിക്ക് ഭയങ്കര ഒരു ഇംഗ്ലീഷ് പറഞ്ഞ റീച്ച് ഹീലാണ് ഈ തെരഞ്ഞെടുപ്പിൽ, മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ അതും അവർക്ക് പ്രശ്നമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ പിന്നെ ഇവർക്ക് അനുകൂലമല്ല ഇവിടുത്തെ ജില്ലാ സംവിധാനം എന്നാണ് ഞാൻ കേൾക്കുന്നത്. കാരണം സുരേന്ദ്രൻ്റെ സെറ്റുകാരാണ് ഇവിടുത്തെ ആളുകൾ, മനസ്സിലായി. അപ്പം ഇത് മൂന്നും ഈ കേസിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ശോഭയുടെ കാര്യവും. അല്ല ഞാൻ പറഞ്ഞൊരു സെൻസ് ഞാൻ പറഞ്ഞതിനകത്ത് തോന്നുന്നില്ല. അതായത് പാർട്ടിയുടെ ഭാഗമായിട്ട് കാരണം ഇവരെവിടെ നിന്നപ്പോഴും പാർട്ടി ഇവരെ മുച്ചൂടും മുടിച്ചിട്ടേ ഉള്ളൂ. ഇവർ ശരിക്കും ആറ്റിങ്ങലിൽ അവർ മത്സരിച്ചപ്പോൾ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്ന അവർ ജയിച്ചു പോകുമായിരുന്നു. പക്ഷേ 15% കൂടുതൽ വോട്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2.5 ലക്ഷം വോട്ട് അവർ പിടിച്ചു. പക്ഷേ പാർട്ടി അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ജയിച്ചു പോയാൽ. പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് തോറ്റത്. കഴക്കൂട്ടത്ത് അവരെ മുച്ചൂടും മുടിച്ച് തോപ്പിച്ചു. കാരണം അവർക്ക് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. അവിടെയും അവരെ തോൽപ്പിച്ചു, മനസ്സിലായി. അപ്പം ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർ എങ്ങനെ വേണുഗോപാലിനെ വെറുക്കുന്നോ അതുപോലെ തന്നെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതൃത്വം ഏറ്റവും കൂടുതൽ ഫോർ എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റീസൺസ് അവരേറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവരാണ് അവർക്കുള്ള ഏക ഭീഷണി. അതുകൊണ്ട് അവർ എല്ലാം ആയുധങ്ങളും ഇവർക്കെതിരെ ഉപയോഗിക്കും. അത് ഇവർക്ക് ബോധ്യമാണെന്നാണ് ഞാൻ മനസ്സിലായത്. എന്നോടൊരു ബി ജെ പിക്കാരൻ പറഞ്ഞ് ഇവർ മത്സരിക്കാൻ ഇവരെ തിരഞ്ഞെടുക്കരുതെന്ന് പറഞ്ഞ് ഒരു കേന്ദ്ര നേതൃത്വത്തെ ആവശ്യപ്പെട്ടിരുന്നില്ല, മനസ്സിലായി. അപ്പം അവരുടെ ഒരു വിധി എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുക, തോക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് മത്സരിക്കുക, തോക്കുക എന്നുള്ളതാണ് അവരുടെ വിധി. പിന്നെ ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് 8 ദിവസം ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരു ലാൻഡിനെ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല, കുറച്ച് പോസ്റ്റേഴ്സും കുറച്ച് ഹോർഡിങ്സും അല്ലാതെ. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം 2 pronged ആണ് എൻ്റെ സ്ട്രാറ്റജി. ഒന്ന്, എൻ്റെ ഒരു 10,500 വീഡിയോ പൊതുമണ്ഡലത്തിലുണ്ട്, അതുപോലെ വേറെ ആരുടെയും ഇല്ല. അതിനകത്തുനിന്ന് ഒരു 2-3 റീലുകൾ വീതം എടുത്ത് പ്രൊമോട്ട് ചെയ്ത് ഇവിടെയുള്ള മുഴുവൻ കുടുംബങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിലവിലെ പ്രചരണ രീതി എന്ന് പറയുന്നത് പരമ്പരാഗത രീതിയായിട്ടുള്ള പോസ്റ്റർ ഒട്ടിപ്പ് ഒന്നുമില്ല. പകരം ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയാം, ഇപ്പം ആദ്യത്തിനറിയാലോ ഒരു 1500 വീഡിയോ ഉണ്ട് എൻ്റെ. അതുകൂടാതെ സോയിമോൻ മാത്യുവായിട്ട് തന്നെ ഒരു 19-60 ഇൻ്റർവ്യൂകൾ വേറെ കിടക്കുന്നു. പിന്നെ വേറെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു 10-21. അപ്പം അങ്ങനെ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിനും ഇല്ലാത്തത്രയും മെറ്റീരിയൽ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള റീൽസ് എടുത്തിട്ട് പരമാവധി വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് 3 നേതാക്കന്മാരെക്കാൾ വലിയ ഹെഡ് സ്റ്റാർട്ട് കിട്ടും. കാരണം അതിലൊരു പ്രശ്നമുണ്ട്. ഈ പൊതുവിൽ പറയുകയാണെങ്കിൽ യുവാക്കളും ഒരു മധ്യവയസ്കർ അതിലേക്ക് താഴേക്ക് നോക്കുന്ന ആൾക്കാർ മാത്രമാണ് ഈ പറയുന്ന റീലോ മൊബൈൽ ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്, അവരൊക്കെ പരമ്പരാഗത രീതിയിൽ വിശ്വസിച്ച് പോരുന്നവരാണ്, രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ്. അല്ല, ഞാനതിനൊരു വ്യത്യസ്ത അഭിപ്രായം പറയാം. ഇപ്പോൾ ഈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഇത് എത്രത്തോളം പെനട്രേറ്റ് ചെയ്യുന്നു. ആ പെനട്രേഷൻ്റെ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് 3.5 കോടിയാണ് ജനസംഖ്യയെങ്കിൽ 4.5 കോടി മൊബൈൽ ഫോൺസ് ഉണ്ട്. ഈ 4.5 കോടി മൊബൈൽ ഫോൺസിലും ഏതാണ്ട് ഒരു 70%ഓളം സ്മാർട്ട് ഫോൺസാണ്. പിന്നെ ആദിത്യൻ പ്രതികരിക്കുന്ന മലയാളി വാർത്ത എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും മറുനാടൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. കാരണം മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലുകൾ ഒന്നിൽ കൂടുതലുള്ള ആളുകളാണ് നിങ്ങൾ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാം, കേരളത്തിൽ ഈ ലൈഫ് എക്സ്പെക്ടൻസി ഭയങ്കരമായിട്ട് കൂടുതലാണ് ആയുർവേദത്തിൽ. 55 വയസ്സിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ശരാശരി 75 ഇപ്പോഴത്തെ ആയുർവേദത്തിൽ. എന്ന് മാത്രമല്ല മരിച്ചു പോകുന്നതിൽ ഒരു 10% പേര് 100 വയസ്സിൽ കൂടുതലുള്ളവരാണ്. കാരണം ഹെൽത്തിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം എക്സർസൈസ്. അപ്പോൾ ആളുകളങ്ങ് വല്ലാതെ ജീവിച്ചിരിക്കുകയാണ്.
ഞാനുണ്ടല്ലോ, ഞാൻ എപ്പോഴൊക്കെയോ എൻ്റെ സ്വയം പറഞ്ഞാണോ അല്ലാതെയോ എൻ്റെ അനലിറ്റിക്സ്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു വാച്ച് മൈ വീഡിയോ ആർ എബവ് ദ ഏജ് 55. കാരണം 55 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഇത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. മനസ്സിലായി? അവിടെ നമ്മൾ ക്രെഡിബിലിറ്റിയോടുകൂടി നിൽക്കുകയാണെങ്കിൽ ആളുകൾ കാണും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സംശയവുമില്ല. എനിക്കിനിപ്പോൾ എൻ്റെ റീൽസ് ഞാൻ വിചാരിക്കുന്ന പോലെ ആളുകളുടെ ഇടയിൽ എത്തിച്ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഇടപെടൽ പോയിട്ടുണ്ട് എന്നും, ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായിട്ട് താരതമ്യം ചെയ്താലും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ആൾ ഞാനാണെന്നും, ഞാനൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള മനുഷ്യനാണെന്നും, എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടെന്നും, എനിക്കൊരു ഹിപ്പോക്രസി ഇല്ലെന്നുമൊക്കെയുള്ള ബോധ്യം വ്യാപകമായി ജനങ്ങളുടെ ഇടയിൽ. പിന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ 1.5 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട്. ചിലപ്പോൾ അവരുടെ ചില തുരുത്തുകളിലൊക്കെ ചിലപ്പോൾ ഞാൻ എത്തിച്ചില്ല, എന്നാലും ഓവർവെമ്മിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ മുമ്പിൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നാളെ 28-ാം തീയതി മുതൽ എൻ്റെ ഒരു പ്രസംഗ പര്യടന പരിപാടി ആരംഭിക്കുക. അത് 24 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി. ഒരു ദിവസം ഒരു 10 സ്ഥലങ്ങളിൽ പോകുക എന്നുള്ളതാണ്. ഒരു 7 സ്ഥലങ്ങളിൽ ഒരു 5-10 മിനിറ്റോ പ്രസംഗിക്കുള്ളെങ്കിൽ ഏറ്റവും അവസാനത്തെ 2 യോഗങ്ങൾ ഏതെങ്കിലും വലിയ ജംഗ്ഷനിൽ, ഇപ്പോൾ ഞങ്ങൾ അരൂരിൽ നിന്നാണ് തുടങ്ങുന്നത്. അരൂർ ജംഗ്ഷനിൽ ഒരു സംശയം വേണ്ട 500 പേര് അവിടെ ഉണ്ടാവും. ആരിഫിൻ്റെ മണ്ഡലം 500 പേര്. എൻ്റെ ജാഥ കേൾക്കാനൊന്നും പറയണ്ട, പക്ഷേ അവിടെ നിന്ന് ഇരുന്നും കിടന്നു കേട്ടൊരു 500 പേര് ആ ജംഗ്ഷനിൽ ഉണ്ടാവും എന്നുള്ള ഓർമ്മ. പിന്നെ നാളെ എൻ്റെ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ആൾ പാണ്ഡ്യാല ഷാജിയാണ്. അപ്പോൾ പാണ്ഡ്യാല ഷാജിയെ ഞങ്ങൾ വിളിച്ച് ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാണ്ഡ്യാല ഷാജിയുടെ അഡ്രസ്സ് ചോദിച്ചപ്പം പാണ്ഡ്യാല ഷാജി, പാണ്ഡ്യാല ഹൗസ്, പിണറായി, ഇതാണ് പാണ്ഡ്യാല ഷാജിയുടെ അഡ്രസ്സ്. പാണ്ഡ്യാല ഷാജി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ വീടിൻ്റെ 100 മീറ്ററിനപ്പുറത്ത് ജീവിക്കുന്ന ആളാണ്. പിന്നെ പാണ്ഡ്യാല ഷാജി പിണറായിനെതിരെ എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പാണ്ഡ്യാല ഷാജിയുടെയും എൻ്റെയും സാന്നിധ്യം സാമാന്യം നല്ല രീതിയിൽ ആളുകളെ ചെയ്യും. പിന്നെ പാണ്ഡ്യാല ഷാജി കുറച്ച് ദിവസം കൂടെ കാണും. മനസ്സിലായോ? അപ്പം ഈ CPM കേന്ദ്രങ്ങളിലെല്ലാം പിന്നെ പാണ്ഡ്യാല ഷാജി ഞാനും സംസാരിക്കും. അപ്പോൾ അത് എനിക്കതിനകത്ത് നല്ല ആത്മവിശ്വാസമുണ്ട്. അതൊരു ചെറിയ ഇമ്പാക്റ്റ് ആയിരിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ CPM-നകത്ത് അസോസിയേഷനുള്ളവരിൽ നിന്നൊക്കെ തന്നെ എനിക്ക് കിട്ടുന്ന തിരിച്ചറിവും ഒക്കെ തന്നെ വളരെ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നടക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു കൂടായില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെ ഇതുവരെ നയിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ, പുറകോട്ട് പോകാൻ സാധ്യതയില്ല. അതിൽ അച്യുതാനന്ദന് വേണ്ടി പ്രവർത്തിച്ച ഒരു അനുഭവമാണ് എന്നെ നയിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എനിക്കുണ്ടായിട്ടുള്ള തിരിച്ചറിവുകളും എനിക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ വിജയസാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പരാമർശിച്ച ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ശരിക്കും KM ഷാജഹാൻ്റെ ഉദ്ദേശം എന്താണ്? വോട്ട് ബാങ്കിൽ ഒരു വിള്ളലുണ്ടാക്കാനാണോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ചെലുത്താനാണോ? അവരെ ഒന്ന് ഭയപ്പെടുത്താനാണോ ലക്ഷ്യം വയ്ക്കുന്നത്? അത് ഞാൻ പറഞ്ഞു. എനിക്കിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തേണ്ട യാതൊരു കാര്യവും. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് ദൈനംദിനം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ പോസിറ്റീവായിട്ടൊരു മാറ്റം ഉണ്ടാവണം. കേരള രാഷ്ട്രീയത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ഇവിടുത്തെ ജനങ്ങളായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് പറയായിരുന്നു, കേരളത്തിൽ 35,000 പിണറായി വിജയന്മാരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ, 35,000 ബ്രാഞ്ചാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പ്രവർത്തിക്കുന്ന ബാബുജിയായിട്ട് കാറിൽ വരുമ്പോഴത്തേക്കും ബാബുജിയുടെ ഒരു ഇൻഅഡ്വർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രതികരണം തന്നത്, അത് പിന്നെ ഷാജാനെ ബൈക്കിൽ വരുമ്പോഴത്തേക്കും ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നവരുണ്ടെങ്കിൽ അവരെന്തായാലും CPM-കാരായിരിക്കും. ഈ നിലയിൽ ഈ 2ാം ഭരണം CPM-കാരെ കാട്ടാളന്മാരാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസവും. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ 2 തെളിവ്, ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കാര്യമൊന്നും ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടേ, ഏറ്റവും അവസാനം നടന്ന 2 സംഭവമാണ്. ഇവിടെ പുറക്കാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ തമ്മിലടിച്ചു. അതെന്തോ നിയമന പ്രശ്നമൊക്കെ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലുണ്ടായ എന്താണ്, ഏറ്റവും സമുന്നതരായിട്ടുള്ള 7 നേതാക്കന്മാർ മാത്രം പങ്കെടുത്ത ആ യോഗത്തിലും തമ്മിലടിച്ചു. അപ്പോൾ ഇപ്പോൾ പാർട്ടി സീരിയസ് ആയിട്ട് കണ്ടിരിക്കുന്നത് ഈ 7 പേര് മാത്രം പിന്നെ ഇരുന്നിടത്തുനിന്ന് എങ്ങനെ പുറത്തു പോയത്. അപ്പോൾ ഈ 2ാം ഭരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു CPM-ൻ്റെ ഒരു ഡാർക്ക് അണ്ടർബെല്ലിയാണ് എക്സ്പോസ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം ആ ജീർണതകളെല്ലാം അതിൻ്റെ പരകോടിയിലെത്തി നിൽക്കുമ്പോൾ ഇതിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതൊരിക്കലും ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ അതിനടുത്ത് കാലികമാവില്ല. ഞാനത് നാളെ കഴിഞ്ഞ് ചെയ്താലോ അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസം ചെയ്താലോ. ഈ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. ഇത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയണമെങ്കിൽ എനിക്കൊരു സ്പേസ് കിട്ടും. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തെറ്റില്ലാത്തൊരു പ്രസൻസ് ഉണ്ടാക്കിയാൽ ഇവിടുത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി.
ഒരു കാര്യം ഞാൻ ഉറപ്പാക്കാം, പിണറായി വിജയൻ തെറ്റില്ലാത്തൊരു പ്രസൻസ് ഇവിടെ ഉണ്ടാക്കി അയാളുടെ നയങ്ങളാണ് ശരിയെന്നുള്ള റിസൾട്ട് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂലോകത്തുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാക്കാം. ബാക്കിയുള്ളൊരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുൾപ്പെടെ ആ ഒരു സ്റ്റേക്ക് ഉൾപ്പെടെ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ മത്സരിച്ചപ്പോൾ എനിക്ക് വോട്ട് കുറഞ്ഞൊരു നിലയിലേക്ക് ഞാൻ അതൊരു ഡാം സ്ക്യൂബായി ഞാൻ മാറിപ്പോയാലും ചിലപ്പോൾ ഞാൻ നാളെ കാണത്തില്ല. കാരണം ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ അതായിരുന്നു. വടകരയിൽ മത്സരിച്ചു, വടകരയിൽ ചന്ദ്രശേഖരൻ്റെ വോട്ട് കൊണ്ടാണ് തോറ്റത്. കൊല്ലാനുള്ള ഒരു കാരണം അതായിരുന്നു ഡിവിഷൻ ബെഞ്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്റ്റേക്കുകളുണ്ട്, മനസ്സിലായോ? CPM-കാരന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്താനും എന്ത് ചെയ്യാനും ഒരു തടസ്സവുമില്ലാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും അതിനെ ഒന്ന് തിരുത്തി കുറിക്കാൻ, അതിനെ ഒന്ന് മാറ്റിമറിക്കാൻ. അപ്പോൾ അവിടെ വന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? CPM ഇത്ര അധപ്പതിച്ചപ്പം ആ CPM-ൻ്റെ അധപ്പതനത്തിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടവരാണ് കോൺഗ്രസ്. അവരില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം സിദ്ധാർത്ഥൻ്റെ വിഷയമുണ്ടായി. പൂക്കോടൊരു 5000 പേരുടെ പ്രകടനം നടത്താൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. കോടതിയിൽ അവർക്ക് പോകാൻ കഴിയുന്നില്ല. BJP ആണെങ്കിലോ ഈ അഴിമതിക്കാരനെ എങ്ങനെയെങ്കിലും അപ്പം അത്രയ്ക്ക് ഭയാനകമായ, ഭീതിജനകമായ, ഹിംസാത്മകമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ പൊതുമണ്ഡലത്തിൽ. ഇപ്പോൾ അന്തർധാര പൊളിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. അല്ല, എല്ലാത്തിനും എല്ലാം കൂടെ ചേർന്നുള്ളൊരു ഒരു തിന്മയുടെ ഒരു അന്തരീക്ഷമുണ്ട്. ഇപ്പം ശരിക്കും BJP ആയിട്ടുള്ള അന്തർധാര അല്ലല്ലോ. ഇത് പരസ്യമായിട്ടുള്ള ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോടെല്ലാം പടപൊരുതാനുള്ള ഏറ്റവും കാലികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുവരെ ഉള്ള തിരിച്ചറിവുകളെല്ലാം വളരെ, ഇപ്പോൾ നാളെ ചിലപ്പോൾ നമ്മൾ വീണു പോയെന്നിരിക്കും. കാരണം കഴിഞ്ഞ 10-30 വർഷമായി നിൽക്കുന്ന ഒരു വലിയ ബെഹോമോത്തിക്കായിട്ടുള്ളൊരു സംവിധാനത്തിനെതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് റിസ്ക്കുകളുണ്ട്. പിന്നെ റിസ്ക് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോൾ 2019 ഇതെല്ലാം ഉള്ളപ്പം പിണറായി വിജയൻ 6 മണിക്കൂർ വിചാരിച്ച ഒരു 100 കോടി രൂപ ഉണ്ടാക്കാം. ആ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 2019 മത്സരിച്ചിട്ട് ആകെ ഒരു സീറ്റിലാണ് ജയിച്ചത്. ഇനി 2021 UDF ജയിക്കുമെന്നാണ് 99% ആളുകൾ വിചാരിച്ചത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തിയതാണ്. പക്ഷേ അത് 100 സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇലക്ടറൽ പ്രോസസ്സിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട്. പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയും ചുമതലയും ഒരു ഉത്തരവാദിത്വമാണ് പൊതുമണ്ഡലത്തോടുള്ളത്. അത് നമ്മൾ നിർവഹിക്കുകയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പൊതുവിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KM ഷാജഹാൻ മത്സരിക്കുന്നത്. പലതരത്തിലുള്ള പോരാട്ടങ്ങൾ ചാനൽ ചർച്ചകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പൊതുവേദികളിലും ഒക്കെ നടത്താറുള്ള ആളാണ്. ഷാജഹാന് ആലപ്പുഴയിൽ എന്ത് ചെയ്യാൻ കഴിയും? ഷാജഹാന് വോട്ട് തന്നാൽ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം? അല്ല, അത് ഏറ്റവും കാലികമായിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ ഇൻ്റർവ്യൂ പൂർണ്ണമാവില്ലായിരുന്നു. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ആദിത്യ, ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയിൽ നിന്ന് വ്യത്യസ്തമായി അയാൾക്ക് വേറെ ചില കഴിവുകൾ ഉണ്ടാവണം. ആ കഴിവുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കേരളത്തിൽ തന്നെ ഉണ്ട്. വളരെ ദുർബലമായൊരു പാർട്ടി, കുറച്ചാളുകളെ ഇവിടെയൊക്കെ ഉള്ളൂ. പക്ഷേ ആ പാർട്ടിയുടെ ഒരു MP ഇന്ത്യയിൽ ആകമാനം അറിയുന്ന ഒരാളായി വരുന്നു. അയാൾ എന്താണ് ചെയ്തത്? അയാളുടെ ലോക്സഭാ പെർഫോമൻസാണ് അയാളെ അവിടെ എത്തിച്ചത്. ഒന്ന്. മറുഭാഗത്ത് ആരിഫ് നമ്മുടെ മുമ്പിലുണ്ട്. ആരിഫിൻ്റെ ആദ്യത്തെ ലോക്സഭ ഇത് നമ്മൾ കണ്ടാണ്. എന്നുവെച്ചാൽ എനിക്ക് അയാളോടുള്ള പുച്ഛം എന്താണെന്ന് ചോദിച്ചാൽ, ലോക്സഭയിൽ ആദ്യം സംസാരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നികൃഷ്ടവും നീചവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു കാര്യമാണ് നിയമം. നോക്കി വായിക്കുന്ന അവസാനം കോൺസ്റ്റിറ്റ്യൂഷന് പോലെ കോൺസെൻട്രേഷൻ ആവാൻ, മനസ്സിലായില്ലേ? അപ്പം ലോക്സഭയെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലാണ്. അത് ഇംഗ്ലീഷ്, ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഹിന്ദി അറിയാമല്ലെങ്കിൽ ഇംഗ്ലീഷ്. അതിൽ ഞാൻ 100 ഫ്ലൈയിങ് കളേഴ്സിൽ ഞാൻ വരും എന്നാണ് എനിക്ക് പറയുന്നത്. എൻ്റെ പ്രതിപക്ഷത്തിൽ ഞാൻ ഇപ്പോൾ രതീഷ് ചക്രവാണിയുമായിട്ട് 43 മിനിറ്റിൻ്റെ ഫുൾ ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിരുന്നു. അതൊന്ന്. 2, അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ. ഇപ്പോൾ MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിഷറീസ് എക്കണോമിക്സിൽ MPhil ഫസ്റ്റ് ക്ലാസ്, ലോ കോളേജിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്. അപ്പം ശരിക്കും സയൻസിലും ഇക്കണോമിക്സിലും ലോയിലും ഉന്നത വിദ്യാഭ്യാസമുള്ള വേറൊരാളെ നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. 1 കോടി ആളുകളുടെ പോലും ചിലപ്പോൾ കാണത്തില്ല, മനസ്സിലായി? അതുപോലെ തന്നെ ഞാനൊരു ലോകപ്രശസ്ത പുസ്തക പ്രസാധകശാലയ്ക്ക് വേണ്ടി ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട്സ് ഓഫ് ഇന്ത്യ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞ് തോംസൺ റോയിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവർക്കൊണ്ടൊരു പുസ്തകം ഞാൻ എഴുതി. അത് ലോകത്തെമ്പാടും വിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കിയാൽ കേരളത്തിൽ ജയിച്ചു വരുന്ന ഏത് MP-മാർക്കൊപ്പമോ അതിന് മുകളിലേക്കോ അവിടെ എനിക്ക് പെർഫോം ചെയ്യാം എന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾ KC വേണുഗോപാലിനെ എടുക്കുക, ശോഭാ സുരേന്ദ്രനെ എടുക്കുക, ആരിഫിനെ എടുക്കുക.
കെ.സി. വേണുഗോപാലിൻ്റെ കുറച്ച് പത്രസമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിമുട്ടിച്ച് അവിടെ ഇവിടെയൊക്കെ മുട്ടിച്ച് പറയുന്ന ഒരാളായിട്ടല്ലാതെ ഫ്ലുവൻ്റായിട്ട് അയാൾക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ അയാളുമായിട്ട് വേണമെങ്കിൽ ഇംഗ്ലീഷിലൊന്ന് ഡെലിബറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാവും. ആരിഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പാവപ്പെട്ട ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചുള്ള അവർക്ക് ഭാഷ അറിയില്ല, ഇനി അവർക്ക് ഹിന്ദി അറിയാമോ എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും മെച്ചമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണ്, ആലപ്പുഴയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പം ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. 1977 മുതൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ ജയിച്ച ഒരു മണ്ഡലമാണ്. സുശീലാ ഗോപാലൻ, അതിനുശേഷം ടി.ജെ. ആഞ്ചലോസ്, അതിനുശേഷം ഡോക്ടർ കെ.എസ്. മനോജ്, ആരിഫ്. അപ്പുറത്തുനിന്നാണെങ്കിലോ അപ്പുറത്തുനിന്ന് വക്കം പുരുഷോത്തമൻ, വി.എം. സുധീരൻ, കെ.സി. വേണുഗോപാൽ. അപ്പോൾ ഇത്രയും പേര് ജയിച്ച ഒരു സ്ഥലം. ഇനി തോമസ് ഐസക് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് 10 വർഷം മന്ത്രിയായിരുന്നു. 5 വർഷം കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൽ സഹമന്ത്രിയായിരുന്നു. എന്നാൽ ആലപ്പുഴയുടെ അവസ്ഥ എന്താ ആദിത്യ? ആലപ്പുഴയിൽ വയനാട് ജില്ലയ്ക്കുണ്ടാകുന്ന അത്രയും പുരോഗതി പോലും ഉണ്ടാകാത്ത ഒരു ജില്ലയായി ഇത് ഏറ്റവും താഴെ കിടക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ 2022 ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കണക്കനുസരിച്ച് വന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ 3.3% ആലപ്പുഴയിൽ വന്നത്. ഇത്രയും പ്രകൃതി രമണീയമായ, ഇത്രയും ടൂറിസത്തിന് സാധ്യതയുള്ള ഈ മണ്ഡലത്തിൽ ടൂറിസത്തിലൊന്നുമില്ല. വിദേശ ടൂറിസ്റ്റുകൾ ആകെ 10,000 വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ 10,000-ത്തേക്കാൾ കൂടി 20-25 വിദേശ ടൂറിസ്റ്റുകൾ എറണാകുളത്ത് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒരു ജില്ലയല്ല, ഒരു പ്രത്യേക അവിടെ വന്ന അത്രയും ഫോറിൻ ടൂറിസ്റ്റുകൾ പോലും ഈ ജില്ലയിൽ മൊത്തത്തിൽ ഒരു വർഷം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക്വേർഡ്നെസ് എന്താണെന്ന് നമ്മൾ. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 7 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. 7 പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടിക്കിടക്കണം അയാൾ. അപ്പോൾ സ്വാഭാവികം. അതുപോലെ തന്നെ നമ്മൾ തൊഴിലാളികളെ എടുത്ത് നോക്കിയാൽ അവരാണല്ലോ ഇവിടുത്തെ ഒരു ബുൾവർക്ക് എന്ന് പറയും. മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ എന്താ? 75 വയസ്സാണ് ആയുർദൈർഘ്യമെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് 55 വയസ്സേ ഉള്ളൂ അവരുടെ ആയുർദൈർഘ്യം. മനസ്സിലായോ? അവർ ദാരിദ്ര്യ തുരുത്തുകളിൽ കടബാധ്യതയിൽ മുങ്ങിച്ചത്ത് ജീവിക്കുന്ന 1.5 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരുടെ ഇടയിലും അതിശക്തമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ ബേസിക്കലി MSc ഫിഷറീസായിരുന്നു. എൻ്റെ അതിനോടുള്ള താല്പര്യം ഇതായിരുന്നു. 1990 കേരളത്തിൻ്റെ മത്സ്യസമ്പദ്ഘടനയെക്കുറിച്ച് ആദ്യം പുസ്തകം എഴുതിയ ഒരാൾ ഞാൻ. അതിപ്പോൾ ഞാൻ ഓർക്കുക. അന്ന് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അശാന്തമാകുന്ന കേരള തീരങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം 1990 തന്നെ എനിക്ക് എഴുതാൻ കഴിഞ്ഞു. അപ്പം സ്വാഭാവികമായും ആലപ്പുഴ മണ്ഡലത്തിന് വേണ്ടി ശക്തമായി പോരാടാനും ആലപ്പുഴയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കർഷകരുടെ വിഷയമാണ് കുട്ടനാട്ടിലും മറ്റുമൊക്കെ പറയുന്നത്. അതുണ്ട്. പക്ഷേ കർഷകരുടെ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ അത് ആലപ്പുഴ മണ്ഡലത്തിലല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. മനസ്സിലായി? അത് അപ്പുറത്ത് മാവേലിക്കരയാണ്. പക്ഷേ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കും. പിന്നെ ഞാൻ ഈ നടത്തുന്ന അചഞ്ചലമായ പോരാട്ടം ഈ വികസന പ്രവർത്തനങ്ങളുടെ മേഖലയിൽ നടത്താൻ എനിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കർശനമായും ഫണ്ട് ചോദിച്ചു വാങ്ങിയെടുത്ത് അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട്. കാരണം അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ ഇപ്പം ഞാൻ പല പൊതുപ്രശ്നങ്ങളിലും ഇടപെട്ട അപ്പോഴൊക്കെ ഞാൻ കാണിച്ച ഒരു വിട്ടുവീഴ്ചയില്ലായ്മയും ഒരു ഇടതടവില്ലാതെയുള്ള പോരാട്ടവും മറ്റാരേക്കാൾ ശക്തമായി എനിക്ക് നടത്താൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അച്യുതാനന്ദനിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അവസാനമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനത് സൂചിപ്പിച്ചു. ഞാൻ ആലപ്പുഴയുടെ മകൻ എന്ന് അവകാശപ്പെടാനുള്ള വേറൊരു കാരണം വെച്ചാൽ എൻ്റെ ബന്ധുത്വം മുഴുവൻ ആലപ്പുഴയിലാണ്. ഞാൻ ചിറ്റയിൽ തറവാടിനെ കുറിച്ചിട്ട് പറഞ്ഞു. CG സദാശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അമ്മയുടെ അമ്മാവൻ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മുഴുവൻ പട്ടണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനപ്പുറത്ത് എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കൾ അവിടെ കിടപ്പുണ്ട്. എൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരി നബീസയുണ്ട്, KB നബീസ. അവർക്ക് 10 മക്കളാണ്. അവരുടെ ബന്ധുമെല്ലാം മുഴുവൻ കിടക്കുന്നത് ഈ വളഞ്ഞ വഴി എന്ന് പറഞ്ഞിട്ടുള്ള തൊട്ടപ്പുറത്തെ സ്ഥലം. പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ 100 ആളുകൾ തോട്ടപ്പള്ളി കേന്ദ്രീകരിച്ച് മറ്റേ ഈ താമരാഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെയൊക്കെ ബന്ധുക്കളുള്ള വലിയ കുടുംബമാണ്. അപ്പം ഈ എല്ലാ മേഖലയിലുമുള്ള ഞാനിപ്പോൾ നോക്കുമ്പോൾ ഞാനിവിടെ ഒന്ന് മത്സരിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ റിയലൈസ് ചെയ്തത് എൻ്റെ ബന്ധുക്കളിൽ 90% ആളുകളും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ഉള്ളത്. അതെനിക്കൊരു വലിയ മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. സ്വന്തം ആൾക്കാർ എന്ന രീതിയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അതെ. അപ്പം അതുകൊണ്ട് തന്നെ അവസാനമായി എനിക്ക് പറയാനുള്ളത്, പരമ്പരാഗതമായ രീതിയിലുള്ളതല്ല എൻ്റെ മത്സരം. നേരത്തെ ആദ്യം പറഞ്ഞ പോലെ പോസ്റ്റർ ഒട്ടിപ്പ്, ഈ പറഞ്ഞ പോലെ റോഡ് ഷോ, ഇതല്ല പോയി വാഗ്ദാനങ്ങൾ, ഒന്നുമില്ല. എല്ലാം മനസ്സിലുള്ളത് പുറത്ത് പറയുന്നു. ഈ നമ്മൾ ചെയ്തത് പൊതുമണ്ഡലത്തിൽ ജനങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മുടെ വിശ്വാസ്യത, നമ്മുടെ ആർജവം, നമ്മുടെ അചഞ്ചലമായിട്ടുള്ള പോലെ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ, ഇതെല്ലാം തുറന്നു വെച്ചുകൊണ്ട് നമ്മൾക്കൊരവസരം നൽകാൻ നമ്മൾ ആത്മാർത്ഥമായി ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അത് അവർ ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം അത് ജനങ്ങളിലുള്ള എൻ്റെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും അവരെനിക്ക് തരുന്നൊരു പിന്തുണയും എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെയും
ഒക്കെ തരുന്ന ഒരു പിന്തുണയുമാണ് എനിക്ക് ഊർജം പകരുന്നത്. അതെന്നെ വിജയത്തിലെത്തിക്കും എന്നാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. വാശിയേറിയ ത്രികോണ പോരാട്ടം തന്നെയാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. അതോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, ശ്രീ കെ എം ഷാജി.